ഓം ശാന്തി. ലൈഫിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക്കായി തോന്നുന്ന പാർട്ട് എന്താണെന്നറിയോ? സ്വന്തം സ്വഭാവത്തെ മാറ്റിയെടുക്കാനാണ്. മറ്റൊരാൾക്കൊരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇത് നടക്കും, ഇങ്ങനെ ചെയ്താൽ ഇത് നടക്കും, ഈ സ്റ്റെപ്പ് നിങ്ങളെ അവിടം വരെ എത്തിക്കും പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും എക്സ്പേർട്സാണ്. സ്വന്തം ലൈഫിൽ ആ കാര്യത്തെ അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയാണ് പലർക്കും അതൊരു വലിയ പ്രയാസമായി തോന്നുക. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു 60 ദിവസം റെഗുലറായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്വഭാവത്തെയും മാറ്റിയെടുക്കാനുള്ളതായിരിക്കുന്ന ഒരു അത്ഭുത വിദ്യ തന്നെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയൊരു കാര്യത്തെ നമ്മുടെ ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ് സ്വഭാവത്തെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ സ്വഭാവം എന്നത് സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മുടെ ഒറിജിനലായിരിക്കുന്ന സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ കുറച്ചുകൂടെ ഈസിയാണ്. അതിന് പക്ഷേ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന വേണം. അതിനുള്ള പോംവഴി എന്താണ്? ഓരോ സ്റ്റെപ്പ് യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്തും പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ആയിക്കൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ഡെയിലി റൂട്ടീൻ്റെ കാര്യത്തിൻ്റെ ഒപ്പം ഒരു കൊച്ചു കാര്യം 1 മിനിറ്റ് 2 മിനിറ്റുള്ള കാര്യങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊരു വലിയ കാര്യവും നേടിയെടുക്കാൻ ഈസിയായി തീരും. അതിനുള്ള പോംവഴി എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് നേടിയെടുക്കാൻ പ്രയാസമാണ്. മിനിമം 3 കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് ആദ്യം നമ്മുടെ ജോലി, ഒന്ന് ഹെൽത്ത്, മറ്റൊന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള സമാധാനം, മെൻ്റൽ പീസ്. ഈ 3 കാര്യത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് തുടങ്ങി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടതായിരിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് മാത്രം. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മുടെ ഡെയിലി റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സെപ്പറേറ്റ് ടൈം എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് റിസ്ക്കായി തോന്നിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. കുറേ സമയത്തെ മെഡിറ്റേഷൻ റിസ്ക്കാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ 2 മിനിറ്റ് സമയം മെഡിറ്റേഷൻ, ഉണർന്ന ഉടനെയുള്ളതായിരിക്കുന്ന ഹൈലി പവർഫുൾ ആയിരിക്കുന്ന ആക്റ്റീവ് ആയിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ ചാർജ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. 2 മിനിറ്റ് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോവാം, അഥവാ BK ഷീബയിൽ തന്നെ മെഡിറ്റേഷൻസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതാണ്. അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള വിദ്യയിൽ 2 മിനിറ്റ് സമയത്തേക്കുള്ള മെഡിറ്റേഷൻ ടെക്നിക്കിന് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യമനുസരിച്ച് ഗുഡ് ഹെൽത്ത് ആണെങ്കിൽ അത്, നല്ല റിലേഷൻ ആണെങ്കിൽ അത്, ഈശ്വരനുമായിട്ടുള്ള പരമാനന്ദാണെങ്കിൽ അത്, നിങ്ങളുടെ ചോയ്സ് എന്തോ അതനുസരിച്ച് കൊണ്ടുള്ള മെഡിറ്റേഷൻ്റെ മെത്തേഡ് തിരഞ്ഞെടുക്കുക. 2 മിനിറ്റ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വാഷ്റൂം പോയി ബ്രഷ് ചെയ്ത് പുറത്ത് വരുമ്പോൾ ഒരു 10 പുഷപ്പ്, മാക്സിമം 2 മിനിറ്റ്സ് എടുക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം ജോഗിങ് ആവാം, 2 മിനിറ്റ് സമയം സ്കിപ്പിംഗ് ആവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു മെത്തേഡ് 2 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കോഫി കുടിച്ചു കഴിഞ്ഞ ശേഷം 2 മിനിറ്റ് റീഡിങ്, 2 മിനിറ്റ് മാത്രം. ആദ്യത്തെ 21 ദിവസം ഇത്തരത്തിൽ റെഗുലർ ആയിക്കൊണ്ട് മെഡിറ്റേഷൻ, നമ്മുടെ എക്സസൈസ് ആൻഡ് സ്റ്റഡി, ഈ 3 കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളുള്ളതായിട്ടുള്ള ഒരു അലിഞ്ഞു ചേരൽ വരും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പാർട്ടായി തോന്നാൻ തുടങ്ങും, അതിൻ്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങും. 21 ദിവസം കഴിഞ്ഞ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അലിയാൻ തുടങ്ങുമ്പോൾ അടുത്തത് 1% റൂൾ എടുക്കുക. 1% ഇതിലെനിക്ക് ഇമ്പ്രൂവ് കൊണ്ടുവരണം. പിന്നെ 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം ആകുമ്പോൾ അതിൻ്റെ സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ 2 മിനിറ്റ് എന്നത് 3 മിനിറ്റിലേക്ക് മാറ്റുക. 3 മിനിറ്റ് മെഡിറ്റേഷൻ, എഴുന്നേറ്റ ഉടനെ, പിന്നെ ബ്രഷിങ്ങിന് ശേഷം 10 പുഷപ്പാണ് എടുക്കുന്നതെങ്കിൽ 15, 20 ആക്കി മാറ്റുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വായിക്കുന്നത് 2 മിനിറ്റാണ്, പഠിക്കുന്ന 2 മിനിറ്റ് ആണെങ്കിൽ അതിന് 3 മിനിറ്റിലേക്കോ 5 മിനിറ്റിലേക്കോ മാറ്റുക. ഒപ്പം ഒരു കാര്യം മറക്കരുത്, പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നതിനൊപ്പം ഒരു ഡയറി പെൻ വേണം. അന്ന് പഠിച്ച കാര്യം എന്താണോ ആ ഡയറിയിലേക്ക് നോട്ട് ചെയ്യുകയും വേണം. ഇങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ, 21 ദിവസം കഴിയുമ്പോൾ 1% കൂട്ടുക. എല്ലാ സൺഡേസും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തയ്യാറാവുക. ഈ സൺഡേയിൽ ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഹാപ്പിനെസ് ഞാൻ എന്ത് എൻജോയ് ചെയ്തു എന്ന് എഴുതുന്നൊരു സ്വഭാവം കൊണ്ടുവരിക. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിന് ആക്സെപ്റ്റൻസ് കൂട്ടാനുള്ളതായിട്ടുള്ള സഹായമായിട്ട് മാറും. എല്ലാ സൺഡേ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുന്നു. പിറ്റേ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള പ്ലാനിങ് ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. ദിവസവും രാത്രി ഉറങ്ങും മുന്നൊന്ന് ഓർത്തുകൊണ്ട് അതിന് എൻജോയ്
ചെയ്യുന്നു, നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന ആ വലിയ സന്തോഷത്തെ ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എഗെയിൻ ദ റൂട്ടീൻ, 1 മിനിറ്റ് കൂട്ടിക്കൊണ്ട് തുടങ്ങുക. ഒരാഴ്ച കഴിയുമ്പോൾ 2-3 മിനിറ്റ് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂട്ടുക. ഈ രീതിയിൽ 60 ദിവസം കഴിയുമ്പോഴത്തേക്കും 20 to 25 മിനിറ്റ്സ് മിനിമം രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് വേണ്ടി സക്സസ്ഫുൾ ആയിക്കൊണ്ട് ചെലവഴിക്കുന്ന പേഴ്സണാലിറ്റീസ് ആയി മാറാൻ പറ്റും. ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരേണ്ടത്, ഏത് സ്വഭാവം മാറ്റാനാണോ നിങ്ങൾക്ക് വേണ്ടി വരുന്നത്, ആ രീതിയിൽ നിങ്ങളുടെ ഈ ഡെയിലി റൂട്ടീൻ്റെ ആക്ഷൻസിന് തിരഞ്ഞെടുക്കുന്ന ഗോളിനെ സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഏത് സ്വഭാവവും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറ്റാം, പെട്ടെന്ന് കരയുന്ന സ്വഭാവം മാറ്റാം, മടി വരുന്ന സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും, ആലസ്യത്തെ മാറ്റാൻ പറ്റും, കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ രീതിയിലും ഏത് സ്വഭാവവും മാറ്റിയെടുക്കാൻ ഈ രീതിയിൽ സിമ്പിൾ ടെക്നിക്കിലൂടെ 60 ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. 60 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഈ മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യണം. 21 ദിവസം കൊണ്ട് ചേഞ്ച് വന്നവരാണെങ്കിൽ അതും വന്ന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്കുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയി ഞാൻ കണക്കാക്കുന്നു. എനിക്ക് എപ്പോഴൊക്കെ സാധിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ കമൻറ്റ്സിന് എന്നാലാവുന്ന രീതിയിൽ നല്ല റെസ്പോൺസ് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം മാക്സിമം. മാത്രമല്ല ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. മെഡിറ്റേഷന് നിങ്ങൾക്ക് ഗൈഡൻസോടുകൂടി വേണോ? തീർച്ചയായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റ് ബ്രഹ്മകുമാരി സെൻറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തുള്ള സെൻറ്ററിൽ പോവുക, ഓൺലൈൻ മെഡിറ്റേഷനിൽ പഠിക്കുക. ലൈഫിനെ സക്സസ്ഫുൾ ആയിക്കൊണ്ട് വാല്യുബിളാക്കി മാറ്റണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.